സിബിയും നിതിൻ സേവ്യറുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം സിബിയിലേക്ക്. സിബി, ഈ അപകടം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. ഈ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുപോലുള്ള അപകടങ്ങൾ പതിവാണെങ്കിൽ തന്നെയും താഴെ ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതാണല്ലോ ഈ മരണത്തിലേക്ക് വെടിവെച്ചത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം? അവിടെ വഴി തടഞ്ഞിരുന്നോ? ഈ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിരുന്നോ? സൈഫുദ്ദീൻ, എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ റോഡ് ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി എഞ്ചിനീയർ അടക്കം പറയുന്നത് ഈ വാഹനങ്ങൾ തടഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ വാഹനങ്ങൾ തടഞ്ഞാലും ചില വാഹനങ്ങൾ നിർബന്ധപൂർവ്വം കടന്നു പോകാറുണ്ടെന്നും ഇവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് നിരവധി വാഹനങ്ങൾ കടന്നു പോയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ ഒരു ഗഡർ താഴെ വീഴുന്നതിന് തൊട്ട് മുൻപാണ് ഒരു KSRTC ബസ് കടന്നു പോയത്. ആ ബസ്സിൽ 30-ലധികം ആളുകളുണ്ടായിരുന്നു. അതായത് തലനാരിഴയ്ക്കാണ് ഇതിലും വലിയൊരു ആൾനാശം ഉണ്ടാകാതിരുന്നത് എന്നുള്ള പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വഴിയിലൂടെ മറ്റു വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്തായാലും നിർഭാഗ്യവശാൽ ആ ഒരു ഇത്തരത്തിൽ ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്ക് ആ ഗഡർ പതിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇവിടെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഇവിടെ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഷിഫ്റ്റ് ജോലി ചെയ്തിരുന്ന സേഫ്റ്റി എഞ്ചിനീയർ അടക്കം ഈ ഒരു ഭാഗത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മറ്റ് സ്ഥലത്ത് കോൺക്രീറ്റ് പണി നടക്കുമ്പോൾ ആ ഭാഗത്തായിരുന്നു എന്നും ഇവർ പറയുന്നു. കൂടാതെ ഇവിടെ അപകടമുണ്ടായ ഉടൻ തന്നെ ഇവിടെയുള്ള ക്രെയിൻ ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായെന്നും ഈ പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നു. ഏകദേശം 3-3.5 മണിക്കൂറോളം ഈ അപകടമുണ്ടായ ശേഷം ഈ വാഹനത്തിനുള്ളിൽ ആ ഡ്രൈവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഡ്രൈവർക്ക് ആദ്യം അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, പിന്നീടാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. 80 ടണ്ണിലധികം ഭാരമുള്ള വലിയ ഗഡറാണ് വന്ന് വാഹനത്തിന് മുകളിൽ പതിച്ചത്. എന്തായാലും ആ സമയത്ത് ഇവിടെ വാഹനം കടന്നുപോയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം എല്ലാ നിലയിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിതിൻ സേവ്യർ കൂടി ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ സിബി സൂചിപ്പിച്ചതനുസരിച്ച് കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം അവിടെ ഒരുക്കിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ നേരത്തെ കളക്ടർ സംസാരിച്ചപ്പോൾ വാഹനം തടഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത കാര്യം, ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയിൽ കൃത്യമായ സംവിധാനം ഒരുക്കാതെ എങ്ങനെയാണ് ഇത്രയും അപകടം പിടിച്ചൊരു പണിയിലേക്ക് ഇവർ പോവുക എന്നുള്ളതാണ്. എന്താണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? കളക്ടർ പറഞ്ഞത് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാറില്ല, അത് കൃത്യമായി നിയന്ത്രിക്കാറുണ്ടെന്നായിരുന്നു. ഈ നിർമ്മാണ കമ്പനിയുടെ അധികൃതർ പറഞ്ഞത് ഇതുവഴി വാഹനം നിയന്ത്രിക്കാറുണ്ട്, കടത്തിവിടില്ലായിരുന്നു. പക്ഷേ അപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ഇതുവഴി വാഹനങ്ങൾ കൃത്യമായി കടത്തിവിടാറുണ്ട്, ഇവിടെ വാഹനങ്ങൾ പണി നടക്കുന്ന സമയത്ത് തടയാറില്ല എന്ന്. ഈ നിർമ്മാണ കമ്പനി ചിലർ അധികൃതർ പറയുന്നത് ഈ വാഹനങ്ങൾ തടയാറുണ്ട്, പക്ഷേ ചിലർ നിർബന്ധപൂർവ്വം കയറി പോകുന്നതാണ്. പക്ഷേ നാട്ടുകാർ അത് ശരിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൃത്യമായി തടയാറില്ല, ഈ പണി നടക്കുന്ന സമയത്തും താഴെക്കൂടെ വാഹനങ്ങൾ കടത്തിവിടാറുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നമുക്ക് കാണാൻ സാധിക്കും, ഈ ബീമർ ഈ ഗർഡറുകൾ ഇവിടെ നിന്നും മുറിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തുടക്കത്തിൽ ഇത്തരത്തിലൊരു ശ്രമം നടന്നിരുന്നു, പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിർത്തിവെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് നേരെ നാട്ടുകാർ പ്രകോപിതരായി ചെല്ലുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് ഈ തൊഴിലാളി ഇത്തരത്തിൽ ഗർഡറുകൾ മുറിച്ചു മാറ്റാനുള്ള ഈ ശ്രമം നടത്തുന്നത്. രാത്രി 2:30-ക്കാണ് ഈ അപകടം നടക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും ഈ ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ ക്രെയിൻ ഓപ്പറേറ്റർമാർ അടക്കമുള്ളവർ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഓടി രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നേരത്തെ തന്നെ ഈ ഗർഡറുകൾ എടുത്ത് മാറ്റി വാഹനം പുറത്തെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ ഫയർഫോഴ്സും പോലീസും പറയുന്നത് ഈ ഗഡർ വീണ ഉടൻ തന്നെ തൽക്ഷണം ഇയാൾ മരിച്ചിരുന്നു എന്നാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ ഗർഡറുകൾ വാഹനത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ വാഹനം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. വാഹനം ഇവിടെ നിന്നും നിലവിൽ മാറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നീട് ഈ ആളുകൾ, ഈ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാർ തന്നെയാണ് ഈ വാഹനം ഇവിടെ നിന്നും മാറ്റി ഇപ്പോൾ ഒരു 300 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ റിപ്പോർട്ട്, നിലവിൽ ഈ നിർമ്മാണ കമ്പനിയുടെ ഒരു റിപ്പോർട്ട് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കൂടുതൽ അന്വേഷണ റിപ്പോർട്ട്, പോലീസിൻ്റെ അന്വേഷണവും മറ്റ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുടെയും ഒക്കെ അന്വേഷണം തീർച്ചയായും ഉണ്ടാകും. ഏതായാലും നിലവിൽ ഇവിടുത്തെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാം. നേരത്തെ പൂർണ്ണമായും ഈ ഗതാഗതം ഇവിടെ നിന്ന് തടസ്സപ്പെട്ടിരുന്നു, വഴിതിരിച്ചു വിടുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ നിലവിൽ ഭാഗികമായി ഒരു വഴിയിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. ഇത് ഹൈഡ്രോളിക് ജാക്കിയുടെ ഒരു ഫെയിലിയർ ആണ് എന്നാണ് കമ്പനി അധികൃതർ ആദ്യം പറഞ്ഞത്. ഈ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചത് ലിഫ്റ്റ് ചെയ്ത ശേഷമാണ് ഈ ബീമർ ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്ത് നീക്കുന്നത്. പക്ഷേ
ഇത് പിന്നീട് ഏതെങ്കിലും ഒരു മാനുഷികമായ തെറ്റി ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിക്കുന്നതിലടക്കം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് വന്നിട്ടുണ്ടോ, മാനുഷികമായ പിഴവ് വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. സിബി, നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണല്ലോ അവിടെ ഉണ്ടായത്. KC വേണുഗോപാൽ MP അടക്കമുള്ളവരൊക്കെ അവിടെ വരികയും ചെയ്തിരുന്നു. അവരെല്ലാം നാട്ടുകാരുടെ പ്രതിഷേധം എന്താണ്, അവർ പറയുന്ന പോയിന്റ് എന്താണ്? അതായത് സാധാരണ ഇത് ഒരേ സമയം ജോലി നടക്കുകയും അതേസമയം തന്നെ വാഹനം കടത്തിവിടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നുള്ള രീതി. അതായത് കരാർ കമ്പനി കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഒരു വഴിക്ക് വാഹന ഗതാഗതം സുഗമമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദേശീയപാത നിർമ്മാണത്തിൽ എല്ലായിടത്തും നടന്നു വരുന്നത്. ഈ നിർമ്മാണ കമ്പനിയായ അശോക എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവരുടെ പ്രതിനിധികൾ അവിടെ എത്തിയിരുന്നോ? അവരോട് നാട്ടുകാർ എന്താണ് സംസാരിച്ചത്? ഉദ്യോഗസ്ഥർ എന്താണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത്? നാട്ടുകാരുടെ പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ അപകടമുണ്ടായ ഉടൻ തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു ദേശീയപാതയിലെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴെല്ലാം തന്നെയും പലതവണ ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധം നേരത്തെ നടത്തിയിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടും ഇതിലൊരു നടപടി സ്വീകരിക്കുകയോ പരിഹാരം കാണുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ആവർത്തിച്ചതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ആ സമയത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുകയും ഇവിടെ സർവീസ് റോഡ് അടക്കമെല്ലാം തന്നെയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് ഉണ്ടായതെന്ന് പറയുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ ഉണ്ട്.